ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അവക്കാഡോ വെച്ചിട്ടുള്ള ചട്നി. അത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൊള്ളാം. വളരെ ഹെൽത്തിയുമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി അരിയണം. അത് ചെറിയ ഉള്ളി ആയാലും മതി, സവാള ആയാലും മതി. ഇനി നമുക്ക് പച്ചമുളക് അരിയാം. അത് ഓരോരുത്തരുടെ എരിക്കാവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. പൊടി പൊടിയായിട്ടരിയണം. അതിനാണ് ഇങ്ങനെ അരിയുന്നത്. ഇനി നമുക്ക് ഒരു തക്കാളി അരിയണം. അതും നമ്മൾ പൊടി പൊടിയായിട്ട് അരിയണം, ചെറുതായിട്ട്. ഇതെല്ലാം ചോപ്പറിലിട്ട് അരിഞ്ഞാലും മതി. ഇപ്പം എൻ്റെ മോളെ അരിയുന്നതുകൊണ്ട് അവൾ പറഞ്ഞ് ഇങ്ങനെ അരിഞ്ഞാൽ മതി, അവൾ എളുപ്പം അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ അരിയുന്നത്. അവൾക്ക് ചോപ്പറൊന്നും വേണ്ട, അരിയാൻ നല്ല പ്രാക്ടീസാണ്. എളുപ്പം പിടിപിടിയെന്ന് അങ്ങ് അരിഞ്ഞോളും പൊടി പൊടിയായിട്ട്. ഇനി സ്വല്പം മല്ലിയില പൊടി പൊടിയായിട്ട് അരിഞ്ഞിടണം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വെക്കുക. പിന്നെ നാരങ്ങാ നീരൊഴിക്കണം. ആവശ്യത്തിന് നാരങ്ങാ നീര്. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൊഴിച്ചു. ഇനി നമുക്ക് അവക്കാഡോ എടുത്ത് മുറിച്ച് അതിൻ്റെ പൾപ്പെടുക്കണം. അതും ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞിടണം. അത് അവക്കാഡോ നല്ല ബട്ടർ ഫ്രൂട്ടെന്നല്ലേ പറയുന്നത്. നല്ല ബട്ടർ പോലെ ആയതുകൊണ്ട് അരിയാൻ എളുപ്പമാണ്, നല്ല മയമാണ്. അവളത് ചെറുതായിട്ട് അരിഞ്ഞിടും. ചെറുതായിട്ട് അരിഞ്ഞ് കഴിയുമ്പം നമ്മളത് നന്നായിട്ടങ്ങ് ഉടയ്ക്കണം. ഒന്നുകിലൊരു ഫോർക്ക് വെച്ചിട്ടോ, അതല്ല എങ്കിൽ വല്ല ഇടികല്ലിൻ്റെ കുഴവിയുണ്ടല്ലോ, അത് വെച്ചിട്ടായാലും മതി. എങ്ങനെയായാലും അത് നന്നായിട്ടങ്ങ് ഉടയണം. അങ്ങ് മിക്സിയിലിട്ട് അടിച്ചാൽ കൊള്ളത്തില്ല. നമുക്ക് ഇതിനകത്ത് വെച്ച് ഉടച്ച് ഇട്ടെങ്കിലേ കൊള്ളാവൂ. നന്നായിട്ട് പഴുത്താണെങ്കിൽ ഫോർക്ക് വെച്ചങ്ങ് ഉടയ്ക്കാൻ പറ്റും.
ഇത് നല്ല വൃത്തിയായിട്ട് അങ്ങ് ഇളക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മുടെ അവക്കാഡോ ചട്നി റെഡിയായി. ഇന്ന് ഇഡ്ഡലിയുടെ കൂടെ ഞങ്ങൾ കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.